ഭദ്രവീട്ടുകാർ വേലക്കാരിയുടെ സഹായത്തോടെ കുഞ്ഞോളെ തട്ടി. ജയരാമൻ അടിയനെയും ആ ചന്ദ്രലേഖയെയും ഐശ്വര്യയെയും സീതയെയും ചിന്നുവിനെയും എന്തിന് ജയരാമന്റെ അമ്മ ആ പാരട്ട കിളവിയെ വരെ ഞാൻ ജയിലിൽ കയറ്റും. അർജുൻ സാർ, ചിന്നുവിനെ തല്ലിയാ മാത്രമേ കേസുണ്ടാവൂ. ഞാനിവളെ തല്ലിയാ നീ ഇപ്പൊ പറഞ്ഞ കേസുണ്ടാവില്ലല്ലോ മഹി. അർജുൻ സാറിനെ തല്ലിയ ചിലപ്പോ ഞാനൊന്നും ചെയ്തില്ലെന്ന് വരും. പക്ഷെ നിങ്ങൾ എന്നെ തല്ലിയ ചിലപ്പോ ഞാനും പ്രതികരിക്കും. ഐശ്വര്യ മാഡം എന്നെ തല്ലിയ എനിക്കത് വലിയ നാണക്കേടൊന്നുമില്ല. എന്നാ വീട്ടുജോലിക്കാരിയായ എന്റെ കയ്യിന്ന് ഐശ്വര്യ മാഡത്തിനൊന്നും കിട്ടിയ അതിന്റെ നാണക്കേട് പിന്നെ തേച്ചാലും മായ്ച്ചാലും പോവില്ല. അത് മറക്കണ്ട. എടി വേണ്ട. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് നിൽക്കുവാ ഞാൻ. ചിലപ്പോ നാളെ ഞാൻ തന്നെ പശ്ചാത്തപിക്കുന്നത് പോലെ എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടി വരും. പ്ലീസ് ആ സ്ഥിതി ഉണ്ടാക്കരുത്. ഐശ്വര്യ മാഡം, നിങ്ങളാകെ ചിന്നുവിൽ ആരോപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രമാദേവി മാഡം ചിന്നുവിനെ എപ്പോഴും അപമാനിക്കുകയും ശാസിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും അതുകൊണ്ടാണ് ചിന്നു വിഷം നൽകിയതെന്നുമാണ്. ഇത് തന്നെ ചിന്നുവിനും തിരിച്ചു പറയാലോ. ഐശ്വര്യ മേഡത്തെയും രമാമ എപ്പോഴും അപമാനിക്കുമായിരുന്നു. വലിഞ്ഞു കയറി വന്നവളെന്നും ധർമ്മകല്യാണം കഴിച്ച് കുടുംബത്തിലേക്ക് ഇടിച്ചു കയറി വന്നവളെന്നും മറ്റും. അല്ല, അങ്ങനെ എപ്പോഴും പരസ്യമായിട്ട് പറയാറുണ്ട്. അതിന്റെ പേരിൽ നിങ്ങളാണ് രമാദേവി മേഡത്തിന് വിഷം കൊടുത്തതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇനിയൊരു വാക്ക് പോലും എന്റെ ഐശ്വര്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ പിന്നെ ഇതായിരിക്കില്ല എന്റെ പ്രതികരണം. തല്ലിക്കോ, ഞാൻ തിരിച്ചു തല്ലില്ല. പക്ഷേ ഒരു നിരപരാധിയെ അനാവശ്യമായി കേസിൽ കൊടുക്കാൻ നോക്കിയാൽ അത് ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല. പ്രതികരിക്കും, തീർച്ചയായും പ്രതികരിക്കും. നിയമത്തിന്റെ വഴിയിൽ ഞാൻ പോരാടുക തന്നെ ചെയ്യും. ഓഹോ, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അല്ല, മുന്നറിയിപ്പ് എന്നതാ. ആഹാ, നീ എന്നെ കോടതി കയറ്റുവോ? തന്റെ കക്ഷിക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടുക എന്നുള്ളതാണ് ഒരു വക്കീലിന്റെ ധർമ്മം. ഞാനൊരു വക്കീലാ, ചിന്നു എന്റെ ക്ലയന്റും. എന്റെ ക്ലയന്റിനെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ ധർമ്മം. എന്നുവെച്ചാ മറ്റെന്തിനേക്കാളും നിനക്കിഷ്ടം ഇവളെയാണെന്നല്ലേ? ഞാൻ ആദ്യം തന്നെ തർക്കം നിർത്താൻ എല്ലാവരോടും പറഞ്ഞതാ. ഇതൊരു ഹോസ്പിറ്റലാ. ഇവിടെ എല്ലാവരും സംയമനം പാലിക്കാൻ ബാധ്യസ്ഥരാ. നിങ്ങളത് മറക്കുമ്പോ ബാക്കിയുള്ളവർക്കും ചെയ്യേണ്ടി വരും. അമ്മേ, രമാമായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ തന്നെ അച്ഛനത് സഹിക്കാൻ പറ്റുന്നില്ല. അതെ മോളെ, കൂടപ്പിറപ്പുകളല്ലേ, ആ സ്നേഹം കാണാതിരിക്കില്ലല്ലോ. രക്ഷപ്പെടാൻ വഴിയില്ലെന്നാ ഡോക്ടർമാര് പറയുന്നത്. എന്തോ കൂടിയ വിഷാണത്രേ. ഈ അവസ്ഥയില് അമ്മായിക്ക് എന്തേലും സംഭവിച്ചു പോയാ അച്ഛൻ വിഷമിക്കണ്ട. എന്തു വന്നാലും സഹിച്ചല്ലേ പറ്റൂ. മനുഷ്യരുടെ കാര്യല്ലേ ഭദ്രേട്ട. ഏത് നിമിഷവും എന്തു സംഭവിക്കുമെന്ന് കരുതി അങ്ങ് ജീവിക്കണം. ഏത് നിമിഷവും എന്തും സംഭവിക്കും.
അത് കേൾക്കാൻ കാതോർത്തിരിക്കുക ഞാൻ. കുഞ്ഞോള് ചത്ത പിന്നെ കുഞ്ഞോളുടെ ഭാഗത്തുള്ള ഒരേ ഒരാള് ഞാനാ. ഭദ്ര വീട്ടുകാർ വേലക്കാരിയുടെ സഹായത്തോടെ കുഞ്ഞോളെ തട്ടി. ജയരാമൻ അടിയനെയും ആ ചന്ദ്രലേഖയെയും ഐശ്വര്യയെയും സീതയെയും ചിന്നുവിനെയും എന്തിന് ജയരാമന്റെ അമ്മ ആ പാരട്ട കിളവിയെ വരെ ഞാൻ ജയിലിൽ കയറ്റും. നിങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാവരും ജയിലിൽ കയറ്റിയ ഇവളുടെ അർജുന്റെയും കല്യാണം നടത്തണ്ടേ മനുഷ്യ? അച്ഛാ, ഈ ജയിലിൽ വെച്ചിട്ടുള്ള കല്യാണം ഒന്നും വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നുന്നില്ല. അതിന് മഹിയെ അർജുനെ ഒന്നും നമ്മൾ ജയിലിൽ കയറ്റുന്നില്ലല്ലോ. ഓ, അവരെ പ്രതിയാക്കാതിരിക്കാൻ നമ്മൾ അവരുടെ മുമ്പിൽ ചില ഡിമാൻഡുകളൊക്കെ വയ്ക്കും. അതിലൊന്നാണ് നീയും അർജുനും തമ്മിലുള്ള കല്യാണം. പിന്നെ രമാദേവിയുടെ അളവറ്റ സ്വത്തിന്റെയും സമ്പത്തിന്റെയൊക്കെ ഉടമ ഈ ഭദ്രന. മോളെ അനസൂയെ, നിന്നെ ഞാനേ ഈ രമാനിലയത്തിലെ രാജകുമാരിയാക്കും. നിന്നെ ഈ കൊട്ടാരത്തിലെ മഹാറാണിയാക്കും. നീലിമ മഹാറാണി. ഒരു നിലവിളക്ക് തിരിയിട്ട് ഒരുക്കി വയ്ക്ക്. കെട്ടിയെടുക്കുമ്പോഴേ രമാദേവിയുടെ തലയ്ക്കൽ വയ്ക്ക. അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയി. എന്ത് പ്രശ്നം ഒഴിവായെന്ന്? രമാദേവിയുടെ കേസ് തൽക്കാലം പോലീസിൽ അറിയിക്കേണ്ടെന്ന ധാരണയിലായി. MD വിളിച്ചു പറഞ്ഞപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അത് സമ്മതിച്ചു. അപ്പോ കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചല്ലേ? കുറ്റവും ശിക്ഷയൊന്നും അല്ല ഇവിടുത്തെ വിഷയം. രമാദേവിയുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ അനുവാദം നൽകില്ല. അവളുടെ ആരോഗ്യം ശരിയാവട്ടെ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. കഷ്ടം. അമ്മയെ കൊല്ലാൻ നോക്കിയ ആളെ സ്വന്തം വീട്ടിൽ തന്നെ വീണ്ടും പൊറുപ്പിക്കാൻ തീരുമാനിച്ചല്ലേ? ഇത് വളരെ നാണക്കേടായിപ്പോയി. നമുക്ക് വീട്ടിൽ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് തീരുമാനിക്കാം. നീ ഒന്ന് വായടച്ചിരിക്കടാ. ഇല്ലെങ്കിലേ നേരത്തെ കിട്ടിയ പോലെ വീണ്ടും കിട്ടും നിനക്ക്.